ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഗായ്സ്, ചാനലിൻ്റെ പേര് ന്യൂ ടു പ്രോ FC. ഇപ്പോൾ ഗായ്സ്, ഈ ചാനല് കൂടുതലും കാണാൻ പോകുന്നത് ഫുട്ബോൾ ഗെയിംസ് ആയിരിക്കും. ഫുട്ബോൾ ഗെയിംസ് പറഞ്ഞാൽ ഈ ഫുട്ബോൾ ഫിഫ എക്സെട്ര അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ ഗായ്സ്, ഇനി വന്നിട്ടുള്ളത് ഈ ഫുട്ബോളിൽ ഞാൻ ഇത്രയും കാലം കളിച്ച ടീം നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഗായ്സ്, പുതിയ ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഗൈസ്, ഞാനൊരു ഫ്രഷ് ഗെയിം പ്ലാൻ ഉണ്ടാക്കണം. ഗൈസ്, എല്ലാവരും തുടക്കം കീപ്പറിൽ നിന്ന് തുടങ്ങും നമുക്ക്. അപ്പോൾ നമുക്ക് കീപ്പർ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒലിവർ ഖാനാണ്. കാരണം നമുക്ക് ഒരു കോൺട്രാക്റ്റിൽ കിട്ടിയതാണ്. ഒരാൾക്കാർ പറയുന്നത് ലോക്കലാണ്, മറ്റേതാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്, 43 കളി അടിച്ചു, 0-0 അസിസ്റ്റാണ് ഗോൾ. ഡിഫൻസീവ് കീപ്പറാണ്. അവൻ്റെ അബിലിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ്. GK അവർനെസ് ഒക്കെ 97 ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല. പിന്നെ ഞാൻ അവർക്ക് കൊടുത്ത ബൂസ്റ്റർ, രണ്ടാമത്തെ ബൂസ്റ്റർ ഗോൾ കീപ്പിംഗ് ആണ്. നല്ലൊരു അപ്പിയറൻസ് തന്നെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, അഡീഷണൽ സ്കിൽസ് ഒന്നും കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് RB അടുത്തുള്ളത് ബാസ്റ്റോണിയാണ്. ബാസ്റ്റോണി CB ആയിരുന്നു. നമുക്ക് ഇതേമാതിരി ഒരു സെലക്ഷൻ കോൺട്രാക്റ്റിന് കിട്ടിയതാണ്. ഓനെ ഞാൻ വെക്കണത് കാരണം CB ഞാൻ പൊസിഷൻ ട്രെയിൻ ചെയ്താണ്ട്. അതുകൊണ്ട് RB പിന്നെ ബിൽഡപ്പ് ആണ് കളിക്കണം. 204 കളി കളിച്ചു. അതിൽ 5 ഗോളും 8 അസിസ്റ്റുമാണ്. അഡീഷണൽ പൊസിഷൻ RB ഞാൻ കൊടുത്തു. പിന്നെ അവൻ്റെ അബിലിറ്റി കുഴപ്പമില്ല, നല്ല അബിലിറ്റി ഉണ്ട്. ടാക്ലിംഗ് ഉണ്ട്, അഗ്രഷൻ ഉണ്ട് 90. പിന്നെ സ്റ്റാമിന 51. അങ്ങനെ കുഴപ്പമില്ല. ഹാർഡ് വർക്കാണ് നമുക്ക് ബൂസ്റ്റർ കൊടുത്തിരുന്നത്. പിന്നെ LB റോബർട്ടോ കാർലോസ് ബൂസ്റ്ററിലാത്ത നമുക്ക് ഒരു ദിവസം വന്നൊരു അപ്ഡേറ്റിൽ വന്നൊരു സ്പിന്നാണ്, ഫ്രീ സ്പിന്നിങ്. അതിൽ റോബർട്ടോ കാർലോസ് 53 കളിയിൽ 5 അസിസ്റ്റ് ഇട്ടു. ഗോളില്ല. അബിലിറ്റി കുഴപ്പമില്ല, പക്ഷേ സ്പീഡ് 99 എണ്ണം കാണാം. ആക്സിലറേഷന് 93, കുഴപ്പമില്ല, നല്ലൊരു പ്ലെയറാണ്. പിന്നെ CB ടോണി ആദംസും വാൻഡിക്കും. ടോണി ആദംസ് ദ ഡെസ്ട്രോയർ കൂടുതൽ ആൾക്കാർക്കും കാണാം, കാരണം ഫ്രീ സ്പിന്നിൽ കിട്ടുന്നതാണ്. 3 അസിസ്റ്റുള്ളൂ, ഗോളില്ല. പിന്നെ അവൻ്റെ അബിലിറ്റി കുഴപ്പമില്ല. അവയർനെസ് 94, ടാക്ലിംഗ് 96, അങ്ങനെ നല്ലതുണ്ട്. പിന്നെ അവർക്ക് കൊടുത്ത ബൂസ്റ്റർ ഡ്വെല്ലിംഗ് ആണ്. പിന്നെ വാൻഡേക്ക് ഇപ്പം അടുത്ത് വന്നൊരു സ്പിന്ന്, ഫോട്ടോ രസമല്ല എങ്കിലും 21 കളി കളിച്ചിട്ടുള്ളൂ. പിന്നെ അവൻ്റെ അബിലിറ്റി കുഴപ്പമില്ലാത്തത് തന്നെയാണ്. പിന്നെ ബൂസ്റ്ററിലല്ലോ, അഡീഷണൽ സ്കിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ DMF എൻ്റെ അടുത്തുള്ളത് റോഡ്രി എൻകുളുക്കാൻ്റെ ആണ്. എൻകുളുക്കാൻ്റെ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയാണ്, കാരണം ആ ബെക്കാമിൻ്റെ സ്പിന്നിൽ. റോഡ്രി 15 കളിയിൽ 3 അസിസ്റ്റ്, ഗോളില്ല. അബിലിറ്റി കുഴപ്പമില്ലാത്ത അബിലിറ്റിയാണ്. 90 അഗ്രഷനൊക്കെ നല്ല അടിപൊളിയുണ്ട്. 95 ഡിഫൻസ് എൻഗേജ്മെന്റ് ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത കളി കളിച്ചതിന് നല്ല കളി ഉണ്ട് ഗൈസ്. പിന്നെ കൊടുക്കാൻ്റെ 70 കളി കളിച്ചുകൊണ്ട് ഇന്ത്യയിൽ, അതിലൊരു ഗോളും 5 അസിസ്റ്റും ഉണ്ട്. ബോക്സ് ടു ബോക്സ് ആണ് ഗൈസ്. മറ്റേ പ്ലേ സ്റ്റൈൽ ടാക്ലിങ് ഗൈസ് 100 ഉണ്ട് കേട്ടോ ഗൈസ്, 100. പിന്നെ 99, 98 നല്ല അടിപൊളി പ്ലെയർ തന്നെയാണ്. എനിക്ക് ബെല്ലിംഗ് ആണ് വേണ്ടതും. പിന്നെ അടുത്തത് CMF പ്ലെയർ ഓഫ് ദി വീക്കിൽ കിട്ടിയവരാണ് പെഡ്രി. 2 ദിവസമായിട്ടുള്ളൂ, 2 കളി കളിച്ചിട്ടുള്ളൂ, സോറി. അതിൽ അബിലിറ്റി ഒക്കെ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി അബിലിറ്റി. പക്ഷേ ബൂസ്റ്റർ ഷൂട്ടിംഗ് ആണ് ഗൈസ്, കിഡ്ഡുസാണ്, നല്ല അടിപൊളി കാർഡിങ് ഗൈസ്. പിന്നെ നമ്മൾ ലെഫ്റ്റ് വിങ് ഫോർവേഡ് മിക്ക ആൾക്കാരുടെ അടുത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരും, കാരണം ഡെയിലി ഗെയിംസിൽ കിട്ടിയ ഒരു പ്ലെയറാണ് ഇപ്പോൾ എഡൻ ഹസാർഡ്. ഓനെ വെച്ച് പേരും കളിയാട്ടോ ഗൈസ്, കുഴപ്പമില്ലാത്ത അടിപൊളി കളിയുണ്ട്. പിന്നെ അവൻ്റെ അബിലിറ്റി അറിയുന്നത് സാധനം. പിന്നെ അവർക്ക് കൊടുത്ത ബൂസ്റ്റർ, സ്ട്രൈക്കേഴ്സ്, ഇൻസ്റ്റിങ്ക്റ്റ്, അഡീഷണൽ സ്കിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ റൈറ്റിംഗ് ഫോർവേഡ് മെസ്സി, വലിയ മെസ്സി ഒന്നല്ല കേട്ടോ, സാധാരണ 101 മെസ്സി. കാരണം പുതിയ 2026 അപ്ഡേറ്റിൽ കിട്ടിയ മെസ്സിയാണ്. അതിൻ്റെ മുമ്പത്തെ മെസ്സിനെ ഞാൻ ഈ മെസ്സിക്ക് ഫ്യൂഷൻ ചെയ്തിട്ട് പോയി. പിന്നെ മെസ്സിൻ്റെ അബിലിറ്റിയും ബൂസ്റ്ററൊന്നും നോക്കണ്ട ഗൈസ്, മെസ്സി കിട്ടുന്ന സാധനമല്ലേ. എത്തിന് അതൊന്നും ഇല്ലെങ്കിലും ജയിക്കും, അത് ഉറപ്പല്ലേ.
പിന്നെ ബൂസ്റ്റർ ആൻഡ് ഫ്രീ കിക്ക് ടേക്കിംഗ് ആണ് കിട്ടിയിരുന്നത്. പിന്നെ അഡീഷണൽ സ്കിൽസ് ഹീൽ പാസ് അങ്ങനെ കുറെ ഉണ്ട്. ഇനി അടുത്തത് സി എഫിനെ പറയുകയാണെങ്കിലോ ഒറ്റ സ്പിന്നിൽ കിട്ടിയൊരു അടിപൊളി കളിക്കാരനാണ് പെലെ. 107 റേറ്റ്, ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്. 74 കളി കളിച്ചു, അതിൽ 46 ഗോളും 9 അസിസ്റ്റും. ഓനെ പറയുകയാണെങ്കിൽ എനിക്ക് 100 രൂപ കൊടുത്തോണ്ട് ഫസ്റ്റ് ട്രൈയിലാണ് കിട്ടി. പിന്നെ അവൻ്റെ അബിലിറ്റി ഒന്നും ഒരു രക്ഷയില്ല. കാരണം ഷൂട്ട് നെക്കിയ പോസ്റ്റിൽ കിണ്ണം കൊള്ളാം, പോസ്റ്റ് തന്നെ കാരണം. ഈ കാഴ്ച ഞാൻ സബ് ഒന്ന് റെഡിയാക്കിയിട്ട് കാണിച്ചു. സബ് റെഡിയാക്കണം. അപ്പോൾ സബിൽ ഫസ്റ്റ് തന്നെ ബാറ്റിസ്റ്റൂട്ട 105 റേറ്റ്. അതായത് അവൻ്റെ 149 കളി 57 ഗോൾ 21 സ്റ്റിൽ ഗോൾ പോച്ചറാണ്. അവൻ്റെ അബിലിറ്റി പറയുകയാണെങ്കിൽ ഇടു സാധനമാണ്. ഒരു കുഴപ്പമില്ല സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അവൻ്റെ പ്ലേയിങ് സ്റ്റൈല്. അല്ല സോറി ബൂസ്റ്റർ. പിന്നെ ഡാവിഡില്ല, അവനെ എല്ലാവരുടെ കാണാൻ സാധ്യത. ഫ്രീ ആണ്. 251 കളിയിൽ 89 ഗോൾ ഉണ്ട് വയസ്സ്. പിന്നെ അവൻ്റെ അബിലിറ്റിയും അടിപൊളി സാധനമാണ്, കുഴപ്പമില്ല. പിന്നെ അടുത്ത ഡാർവിൻ നൂണസിന് എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് ഹാഫിൽ CF കണ്ടിറക്കുക. എന്നാൽ റൈറ്റ് വിങ് ഫോർവേഡിലും ലെഫ്റ്റ് വിങ് ഫോർവേഡിലും അടിപൊളി ക്രോസസ് ഉണ്ടെങ്കിൽ കീഴ്ണം ക്രോസ് കൊടുത്താൽ എടുത്തിങ്ങനെ ഗോൾമായ ഉണ്ടാക്കട്ടെ വയസ്സ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എംബാപ്പെ റൈറ്റ് വിങ് ഫോർവേഡോ ലെഫ്റ്റ് വിങ് ഫോർവേഡോ വെക്കണം ഗൈസ്. എന്നാൽ CBന്റെ ഒരു ക്രോസ് ഇപ്പം നമുക്കൊരു കോച്ചിന് കിട്ടിയിട്ടുണ്ടോ ഔട്ട് വൈഡ് കളിച്ചിട്ട് ആ കോച്ചിനായിട്ട് ത്രൂ സൈഡ് കൊടുത്ത എംബാപ്പട്ട് എന്തൊരു ഓട്ടോ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എംബാപ്പിനെ സബ് വെച്ചു. പിന്നെ എനിക്ക് ഈ ഫുട്ബോൾ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ ഷോർട്ട് ടൈം ആട്ടോ വൈസ്. ആൻഡ്രസൺ ലോപ്പസ് ഓൻ അടിപൊളി പ്ലെയറാണ്. CMF ആണ്. വല്ലാതെ കളിപ്പിച്ചാലൊന്നുമില്ല ഞാൻ, എന്നാലും അന്ന് കിട്ടിയ മുതൽ കളിച്ചിട്ട് ഇപ്പം ഞാനൊന്ന് കയറ്റി വെച്ചതാണ്. പിന്നെ റോണി 36 കളി കളിച്ചിരുന്നു, അതിൽ 6 ഗോളും 3 അസിസ്റ്റും. ഓനെ കിട്ടിയത് പറയുന്നത് നമ്മളൊരു ഫ്രീ സ്പിന്ന് കക്ക ഒരു വെക്കാനൊക്കെ ഒരു സ്പിന്ന് വന്നാൽ എനിക്ക് കിട്ടിയതാണ്. പിന്നെ അടുത്തത് ഹാളൻഡിൻ്റെയും ഡാർവിനോ പറഞ്ഞ മാതിരി തന്നെ സെക്കൻഡ് ഹാഫിൽ ഇറക്കുക SSI കണ്ട് അല്ലെങ്കിൽ CFI കണ്ട് റൈറ്റ് വിങ്ങെന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങെന്നോ ഒരു ക്രോസർ ഉണ്ടെങ്കിൽ കീഴ്ണം ഗോളടിച്ചിട്ട് വയസ്സ്. പിന്നെ അടുത്തത് നമുക്ക് ലാമിൻ റൈറ്റ് വിങ്ങിന്ന് പോവാ ഡ്രിബിൾ ചെയ്യുക, ഫുൾ കേവ് ബ്ലിറ്റ്സ് കേളൊന്നും വേണ്ട വയസ്സ്, അല്ലാതെ തന്നെ കോണക്ക് ഗോളൊക്കെ ഉണ്ട് വയസ്സ്. പിന്നെ അങ്ങനെ നല്ല അത്യാവശ്യം അബിലിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. ബൂസ്റ്റർ ഫാൻറ്റസ്റ്റ. അടുത്ത് മുഹമ്മദ് സലാ. ഓനെ പറയുകയാണെങ്കിലും ലാമിന് പറഞ്ഞ മാതിരി തന്നെ റൈറ്റ് വിങ് കൂടെ പായും, അവിടെ നിന്ന് ഡ്രിബിൾ ചെയ്ത് കണ്ട് കൊണ്ടുവന്ന് ഫുൾ കേൾ നിൽക്കുക, ബ്ലിറ്റ്സ് ഒന്നും വേണ്ട ഗൈസ്, അല്ലാതെ തന്നെ കിണ്ണം കൊളയിക്കാരം. അബിലിറ്റി ഒന്നും നോക്കണ്ട ഗൈസ്, അടിപൊളിയാണ്. ഒഫൻസീവ് പ്ലേറ്ററാണ്. പിന്നെ ഉണ്ട് ഗൈസ് അവൻ്റെ അടുത്ത് എല്ലാ സ്കിൽസിൽ തന്നെ ഔട്ട് സൈഡ് കേളുണ്ട്, ലോങ് റേഞ്ച് കേളുണ്ട്. പിന്നെ അടുത്തത് ഡിമാർക്കോ അത്യാവശ്യത്തിന് അടിപൊളി പ്ലെയറാണ്. ഞാൻ അവനെ കളിപ്പിച്ചത് LB വെച്ചിട്ടാണെങ്കിൽ CB ആക്കിയാണ്, കാരണം ക്രോസിംഗ് ആണ്. അവനെ LMF വെച്ചിട്ട് ക്രോസ് ചെയ്ത അവൻ്റെ ഓപ്പറേറ്റ് നോക്കേണ്ട അടിപൊളി പ്ലെയർ തന്നെയാണ്. പിന്നെ അടുത്തത് ഗൈസ് എനിക്കൊരു എപ്പിക്ക് കീപ്പറിന് കിട്ടിയതാണ്. ഫസ്റ്റ് തന്നെ ക്രിസ്ത്യൻ അബ്രേറ്റി. അവന് നല്ല കീപ്പറാണ്, പക്ഷേ ഒരു വർക്കാനെ കിട്ടിയപ്പോൾ അവനെ മാറ്റിയതാണ്. പിന്നെ ഗൈസ് നമുക്ക് കോച്ചിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഞാൻ പൈസ 500 രൂപ കൊടുത്തുകൊണ്ട് വാങ്ങിയ ഫ്രാങ്ക് റിജിക്കാർഡാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത്. പിന്നെ റൂബൻ അമോറിയം വന്നപ്പോൾ ഓനെ മാറ്റിയതാണ്. ഔട്ട് വൈഡ് കളിപ്പിക്കും. 3166 ഗൈസ് കളക്റ്റീവ് സ്ട്രെങ്ത്. അതിൽ ഒരു വർക്കാണ് 106 റേറ്റും ഒക്കെ നല്ല കൂടുന്നോട്ടാണ് ഞാനങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ടീമൊക്കെ റെഡിയായി. ഇനി നമുക്കൊരു ഡിവിഷനോ ഒരു കളി കളിച്ചിട്ട് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡിവിഷൻ 6 ആണ്. ഒരു കളി ജയിച്ചാൽ 5 എത്തും. അപ്പോൾ നമുക്ക് നേരെ കളി നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ടീം കിട്ടിയത് അൽ ഹിലാലാണ്. നമുക്ക് സബ്ബൊന്നും വെക്കണ്ടോ ഗൈസ്, കുഴപ്പമില്ല. റോബർട്ടോ കാർലോസും ബാസ്റ്റോണിയും ഫുൾ ഫോമാണ്. ഒരു ടീം 3134 ഫുൾ പ്ലെയർ ഓഫ് ദി വീക്കാണ്. സബിൽ കിട്ടുന്ന സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. കാരണം വേറെ കുറേ ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. നമുക്ക് കളിച്ചു നോക്കാം.
spoiler കളിച്ചിട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റത്തെ മാച്ച് ഇവിടെ തുടങ്ങിയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടാവും കണ്ടറിയാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നല്ല കുറച്ച് റീച്ചുള്ളൂ. പിന്നെ എല്ലാവരും നോട്ടിഫിക്കേഷൻ ആളാക്കിയിട്ടുണ്ട്. ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോസ് എല്ലാ ഗെയിമേഴ്സിനും നല്ല റീച്ച് കിട്ടുകളും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് അങ്ങനെ കളി തുടങ്ങാം. എൻ്റെ ഫസ്റ്റ് വെച്ചോട് കൂടി കളി തുടങ്ങി. ഗൈസ് ചെറിയൊരു ലാഗ് ഉണ്ട് ഗൈസ്. ഞാൻ വൈഫൈ കണക്ട് ആക്കിയാണ്ടാണ്, അതുകൊണ്ട് ചെറിയ ലാഗ് ഉണ്ട്. നമുക്ക് കുഴപ്പമില്ല, കളിച്ചോളാം. അപ്പോൾ കുഴപ്പമില്ലാത്ത ടീമാണ്. വാൻഡേക്ക് അതിലിപ്പോൾ ഒരക്കിൽ വാൻഡേക്ക് മാത്രമേ ഉള്ളൂ ലോക്കൽ. ഇപ്പോൾ ഗൈസ് നമുക്ക് വന്നിട്ടുണ്ട് നസാഡ് ഫസ്റ്റ് പെലെ ഗൈസ് പറഞ്ഞില്ലേ, പെല ഷൂട്ട് ചെയ്താൽ മതി ഗോളാവാൻ. വെറുതെ തൊട്ടെടുത്താൽ മതി ഗൈസ്. കണ്ടില്ലപ്പോൾ എന്തത്ര ഉള്ളൂ, നമുക്ക് എന്ത് പേടി. പിന്നെ ഗൈസ് ഇനി ഓലാനക്കിയണു ഗൈസ്. കൊള്ളാവല്ലേ ഗൈസ്, പുറത്തേക്ക് പറത്തി വിട്ടു. ഈ ഒലിവർ ഖാൻ പാസ് ടു വാൻഡേക്ക്. വാൻഡേക്കിന്റെ ലോങ് റേഞ്ച് ക്രോസ് ടു ഹസാർഡ്. ഹസാർഡ് 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 ഓ ഹസൈസ്. മെസ്സി 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 കൊടുക്കട മെസ്സി. ഓ പറത്തി വിട്ടു ഗൈസ്, ഒന്നും നോക്കിയില്ല. പോലെ പന്തലിക്കുന്നു ഗൈസ്. റോഡ്രി ഫസ്റ്റ് പേലെ ഓ ഇത് നസാഡ് കോർണർ ഇട്ടിടണം ഗൈസ്. ഇപ്പോൾ അപ്ഡേറ്റിൽ കോർണറൊക്കെ കിണ്ണായിക്കണം, ഫ്രീ ഗെയിമൊക്കെ കിണ്ണായിക്കണം. അപ്പോൾ ബാസ്റ്റോണി നേരെ ക്രോസ് എൻകുളുക്കാൻ്റെ കുത്താൻ വെക്കില്ല, നേരെ ഓരോരുത്തർ വന്നിട്ടിരുന്നു. First to Messi to Kante to Pedri guys goal. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ രണ്ടാമത്തെ ഗോൾ അടിച്ചിരുന്നു. ഇപ്പോൾ 2-0 അൽ ഹിലാലിന് 0 ബാർസക്ക് 2. ഗൈസ് നമ്മുടെ ടീം കിണ്ണാണ് ഗൈസ്. ലെഫ്റ്റ് അടിച്ച് പോയി ഗൈസ്. പേടി ഗൈസ്. നമ്മളങ്ങനെ കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് ഗോളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജയിച്ചു, പ്ലെയർ പേടിച്ചു. അപ്പോൾ എക്സ്ട്രാ ഒരു ഗോളില്ല. ഇപ്പോൾ ലെഫ്റ്റ് അടിച്ച. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയായുള്ളൂ. അങ്ങനെ നമ്മൾ ഡിവിഷൻ 5 പ്രൊമോട്ട് ആക്കണം. അടുത്ത ദിവസം മുതൽ നമ്മൾ ഡിവിഷൻ 5 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ പോയിന്റ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണുന്നവർക്കൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ഒക്കെ വരുന്നവരെ താങ്ക് യു.